1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കമ്പനിക്ക് വേണ്ടിയാണ് ഒരു നയം കേരളത്തിൽ ഇവർ രൂപീകരിച്ചതെന്ന് സംശയദൃഷ്ടിയാ നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കമ്പനിയെ കുറിച്ച് ഇത് പുറത്തു വന്ന മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നതോടുകൂടി ഇതിനെ ന്യായീകരിച്ചിറങ്ങുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ കണ്ടു. അപ്പോൾ 600 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരണ്ടേ നാട്ടിൽ എന്ന് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയാണെന്നറിയോ? ഈ നാട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒരു വൻ വ്യവസായം വരുമ്പോൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? പിന്നെ ഒരു കമ്പനി അപേക്ഷ തന്നാൽ അത് ടെൻഡർ വിളിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ബാറിന് ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുക്കുന്നത്? ഔട്ട്ലെറ്റ് വരുന്നത് ടെൻഡർ വിളിച്ചിട്ടാണോ? ഇങ്ങനെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ച് ആ കമ്പനിക്ക് അനുകൂലമായ നിലപാടെടുക്കുക. ആ കമ്പനി പ്രശസ്തമായ രീതിയിൽ 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. ഏതാ പ്രശസ്തമായ രീതി അറിയോ? പഞ്ചാബിലെ അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകൾ കിലോമീറ്ററുകളോളം അവിടെ മാലിന്യം താഴ്ത്തി, അതും കുഴൽക്കിണർ ഉപയോഗിച്ച് മാലിന്യം താഴ്ത്തി ജനങ്ങൾ പ്രതിഷേധിച്ച് ആ കമ്പനി പൂട്ടിച്ചു. എവിടെ? പഞ്ചാബിൽ. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ പ്രകൃതിയെ കൊള്ള നടത്തുന്ന ഒരു വ്യവസായം ഇവിടെ വേണ്ട, ജനങ്ങളെ കൊള്ള നടത്തുന്ന ഈ വ്യവസായത്തിന് കൂട്ടിക്കില്ല. ആ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോയില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ വേറൊരു നേതാവ് ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആരാ? അരവിന്ദ് കെജ്രിവാൾ. മാനാണ് എവിടെ? ഇവിടുത്തെ പഞ്ചാബിലെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് അവിടുത്തെ ഈ മാലിന്യം കുഴൽക്കിണർ ഉപയോഗിച്ച് ഏക്കർ കണക്കിന് ഭൂമിയിൽ നിക്ഷേപിച്ചപ്പോൾ അതിന് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അതിനൊരു മുന്നനുഭവം ഡൽഹിയിലെ മദ്യ നയ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു പറഞ്ഞു. ഈ കമ്പനിയുടെ മൽഹോത്രയാണ് ജയിലിൽ കിടന്നിട്ടുള്ള ഒരാൾ. 128 കോടിയാണ് അയാളുടെ കണ്ടുകെട്ടിയത് ED. ഇതൊന്നും അറിയാത്ത പൊട്ടം കളിക്കുന്ന MP രാജേഷിനെ പറ്റിയിട്ട് എന്താ പറയാൻ പറ്റുക? അതായത് പുള്ളി പറഞ്ഞത് UP-യിലും മധ്യപ്രദേശിലും ഹരിയാനയിലൊക്കെ ഈ കമ്പനി പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. കുപ്രസിദ്ധമായ രീതിയിൽ ഡൽഹിയിലും പഞ്ചാബിലും ഇതേ കമ്പനിയാണ് പ്രവർത്തിച്ചത്. ഇതൊക്കെ മൂടി വെച്ചാൽ അങ്ങനെ അടഞ്ഞിരിക്കുന്നതാണോ? ഈ ഒരു പുതിയ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാവരുടെയും വിരൽത്തുമ്പിലാണ് കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തുള്ള രാജേഷ് ഈ കമ്പനിയെ ന്യായീകരിച്ചത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം കൈപ്പറ്റിയതിൻ്റെ തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അങ്ങനെ മന്ത്രിസഭ അങ്ങോട്ട് തീരുമാനിച്ചു. മന്ത്രിസഭയ്ക്ക് അങ്ങനെ പലതും തീരുമാനിക്കാൻ അധികാരമുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ചട്ടവും നീതിയും ഒക്കെ നോക്കിയിട്ടാണ്, നിയമമൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. ചട്ടവും നിയമവും നോക്കാതെ എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിൽ അനുമതി ഉണ്ടാകാൻ പറ്റുക? അപ്പോൾ ചട്ടവും നീതിയും മറികടന്നു ഇവർ ചെയ്യുന്നുണ്ട് വേറെ കാര്യങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇത് ചട്ടവും നിയമമൊക്കെ പാലിച്ചിട്ടാണെന്നാണ്. അപ്പോൾ കമ്പനിക്ക് ആവശ്യമായ വെള്ളം ആര് കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കും, സർക്കാർ കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തിരിക്കുക. പച്ച വെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ, ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നാണമാനുണ്ടോ ഈ MP രാജേഷിന്? സ്വന്തം നാട്ടിൽ സ്വന്തം ജില്ലയിൽ ഈ കരാർ കമ്പനിക്കാർ, ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു കുടിവെള്ള പദ്ധതിയില്ല. പലയിടത്തും കുഴൽക്കിണർ കുടിച്ച വെള്ളം കിട്ടുന്നില്ല. 500ഓളം കുഴൽക്കിണറുണ്ട്, 400ഓളം എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുക. അപ്പോൾ ഇവിടെ ബൃഹത്തായ ഒരു ജലപദ്ധതി ഇല്ല. വാളയാർ ഡാമിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ കൊണ്ടുവരുന്നത്. ഇതൊന്നും അറിയാത്ത ആളാണോ? 10 വർഷം ഇവിടെ MP ആയിരുന്ന ആളല്ലേ ഈ MP രാജേഷ്? ഈ ജില്ലയും ഈ കേരള സംസ്ഥാനത്തുള്ളതല്ലേ? മന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ കാര്യങ്ങൾ പഠിക്കാനോ അറിയാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ കഴിയാതെ ഒരു ഭരണാധികാരി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഇതാണ് സിംഗൂരും നന്ദിഗ്രാമിലും ഉണ്ടായത്. അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ പോലീസിനെയും പട്ടാളത്തെയും കൊണ്ടുവന്ന് മൾട്ടിനാഷണൽ കമ്പനികളെ താഴെ ഇറക്കാൻ നോക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ എന്നേക്കുമായിട്ട് ഇല്ലാതായതെങ്കിൽ, ഭരണത്തിലേക്ക് ഇനി ഒരു കാലത്തും അവിടെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടാക്കിയതെങ്കിൽ ഈ മന്ത്രിസഭാ തീരുമാനം കേരളത്തിൽ ഇനി ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. മന്ത്രിസഭ തീരുമാനിച്ചു. ആ മന്ത്രിസഭാ തീരുമാനത്തിന് കമ്പനിയെയൊക്കെ ന്യായീകരിച്ചു. ഈ മന്ത്രിയോട് ശക്തമായ ഭാഷയിൽ പാലക്കാട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബ്രൂവറി പ്ലാന്റിനെതിരെ സംസാരിക്കുകയാണ്. മധ്യപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒയാസിസ് എന്ന കമ്പനി അത് കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കമ്പനിയാണ്. അതിന് മോശം പ്രവർത്തന പാരമ്പര്യമാണുള്ളത് എന്നാണ് ഡൽഹിയിലെയും അതോടൊപ്പം തന്നെ പഞ്ചാബിലെയും അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VK ശ്രീകണ്ഠൻ MP ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്.